ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നു മാത്രം ചൊല്ലിയാൽ എണ്ണം കൂടുകയും വേണ്ട കുറയുകയും വേണ്ട. വളരെ കൃത്യമായി 786 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറയുന്നത് 786 പ്രാവശ്യം തുടർച്ചയായി ഒരു മനുഷ്യൻ പതിവാക്കുകയാണെങ്കിൽ ശത്രുത നീങ്ങും. അവന് ശത്രുക്കളുണ്ടാവില്ല, അവനോട് ശത്രുത വെക്കുന്ന ആളുകളും ഉണ്ടാവുകയില്ല, ശത്രുത നീങ്ങിപ്പോവും. രണ്ടാമത്തെ വലിയൊരു കാര്യമെന്ന് പറയുന്നത് അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾ നിറവേറും എന്നുള്ളതാണ്. എന്താഗ്രഹിച്ചു കൊണ്ടാണോ 786 പ്രാവശ്യം ബിസ്മി ചൊല്ലുന്നത് ആ കാര്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ബിസ്മില്ല മാത്രം പോരാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നങ്ങനെ ചൊല്ലുക. അതുപോലെ തന്നെ നോമ്പെടുത്തുകൊണ്ടാണ് ഒരാളിത് ചൊല്ലുന്നതെങ്കിൽ നോമ്പോടുകൂടി നിസ്കാരങ്ങൾക്ക് ശേഷം 786 പ്രാവശ്യം തുടർച്ചയായി 7 ദിവസം ഒരാൾ പതിവാക്കിയാലോ വേഗത്തിൽ അവൻ്റെ കാര്യങ്ങൾ അവൻ നേടിയെടുക്കാൻ കഴിയും എന്നതാണ് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ 786 പ്രാവശ്യം ബിസ്മി ചൊല്ലുമ്പോൾ നിസ്കാരങ്ങൾക്ക് ശേഷമാവുകയും നോമ്പെടുത്ത ശേഷമാവുകയും ചെയ്താൽ വലിയ പ്രതിഫലം കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹിച്ച ഏറ്റവും വലിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അല്ലാഹു തആല നമുക്ക് സാധിപ്പിച്ചു തരും എന്നതാണ് ഇതുകൊണ്ടുള്ള ഒരു ഗുണം. മറ്റൊന്ന് 786 ബിസ്മി ഓതിയ വെള്ളമെടുത്ത് സൂര്യനുദിക്കുന്ന സമയത്ത് ബുദ്ധിമാന്ദ്യമുള്ള ആളുകളെ കുടിപ്പിക്കുകയാണെങ്കിൽ അവന് ബുദ്ധി ലഭിക്കുകയും കേട്ടതെല്ലാം മനഃപ്പാടമാകുകയും ചെയ്യും. തുടർച്ചയായി 7 ദിവസം ചെയ്യണം എന്നതാണ് ഇവിടെയും നിബന്ധനയുള്ളത്. ഇപ്പോൾ മന്ദബുദ്ധികളാണോന്നില്ല, ബുദ്ധി അല്പം കുറവുള്ള രൂപത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പഠന കാര്യത്തിൽ വളരെ പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്താൽ മതിയും. 786 ബിസ്മി ഓതിയ ആ വെള്ളമെടുത്തിട്ട് സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് അവരെ കൊണ്ട് കുടിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ല മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മാർഗമുള്ളത് 786 പ്രാവശ്യം തുടർച്ചയായി 7 ദിവസം ഏതൊരു ഉദ്ദേശത്തിന് മേൽ അവൻ ഓതിയാലും അത് ലഭിക്കും. അത് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഒരു ചരക്ക് ചിലവാകാനോ അല്ലെങ്കിൽ അവനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങി നല്ല ഗുണം വരാനോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം അവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ്സൊക്കെ വളരെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കുകയാണ്, അത് ഉഷാറാവണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇവൻ എന്തെങ്കിലും ജോലി നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ഏറ്റവും നല്ല ഒരു വിഷയമാണ് 786 പ്രാവശ്യം ബിസ്മി ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ കൂടുതൽ സമയം വേണ്ടല്ലോ, 786 പ്രാവശ്യം ബിസ്മി എല്ലാം കുറഞ്ഞ സമയം മതി. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചൊല്ലിത്തീർക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല 786 ബിസ്മി വളരെ കൃത്യമായി ചൊല്ലാനും അതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.